പാലക്കാട് സർക്കാർ ആശുപത്രിയിലെത്തിയ യുവതിയെ പാമ്പ് കടിച്ചു. പാലക്കാട് അടിച്ചിറ സ്വദേശിനി ഗായത്രിയെയാണ് പാമ്പ് കടിച്ചത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഇന്ന് രാവിലെയാണ് സംഭവം. യുവതിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ റിപ്പോർട്ട് തേടി ഡിഎംഒ വാർഡിന് പുറത്തുനിന്നാണ് പാമ്പ് കടിയേറ്റതെന്ന് ആശുപത്രി സൂപ്രണ്ടും പറഞ്ഞു. അതേസമയം സംഭവം നിസ്സാരവൽക്കരിച്ച് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ലക്ഷ്മി, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ കൈക്കുഞ്ഞുമായി ചികിത്സ തേടിയ യുവതിക്ക് പാമ്പ് കടിയേറ്റതായി ബന്ധുക്കൾ പറയുന്നത്. അതായത് ഇന്നലെ ഈ അടിച്ചിറ സ്വദേശിയായ ഗായത്രിയുടെ കുഞ്ഞുമായി ഇവർ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് തേടിയിരുന്നു. ശേഷം ഈ കുഞ്ഞിന് ഡെങ്കിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചു. ഇന്നലെ അഡ്മിറ്റ് ചെയ്തു. ഇന്ന് രാവിലെ കുഞ്ഞ് ഈ ആശുപത്രിയിലെ സ്ത്രീകളുടെ വാർഡിൽ മൂത്രമൊഴിച്ചതിനെ തുടർന്ന് അത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഈ ആശുപത്രിയുടെ തന്നെ അരികിലുള്ള വരാന്തയിൽ നിന്നും യുവതി ചൂലെടുത്തപ്പോഴാണ് കയ്യിൽ ഇത്തരത്തിൽ പാമ്പ് തട്ടിയത്. ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പാമ്പിനെ ഒരു കുപ്പിയിലാക്കുകയും ചെയ്തിരുന്നു. ആ കുപ്പിയിലാക്കിയ പാമ്പ് ഉൾപ്പെടെയായി ഇവർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി അവരെ ഇപ്പോൾ നിരീക്ഷണത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ്. അതേസമയം തന്നെ സംഭവം നമ്മൾ ജനം TV ഉൾപ്പെടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടുകൂടെ തന്നെ അധികൃതർ കൃത്യമായി ഇടപെടുകയും നിലവിൽ ഇപ്പോൾ ഈ ആശുപത്രി സൂപ്രണ്ടാണെങ്കിലും അതല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആണെങ്കിലും ഒക്കെ പറയുന്നത് യുവതിയുടെ കയ്യിൽ പാമ്പ് കടിയേറ്റതിൻ്റെ പാടുകളോ മറ്റോ ഇല്ല. അതുകൊണ്ട് തന്നെ പാമ്പ് കടിച്ചിട്ടില്ല എന്ന തരത്തിലാണ് ഈ ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. അതേസമയം ഇപ്പോഴും നിരീക്ഷണത്തിൽ യുവതിയെ വെച്ചിരിക്കുകയാണ്. നിരീക്ഷണം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. അതേസമയം ഈ പാമ്പിനെ അവിടെ നിന്നും കുട്ടി പാമ്പിനെയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തള്ളപ്പാമ്പ് ഉൾപ്പെടെ അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ ഗൗരവകരമായ കാര്യം തന്നെയാണ്. ഈ ആശുപത്രിയിലെ സ്ത്രീകളുടെ വാർഡിന് സമീപത്ത് തന്നെ ഇങ്ങനെ ചൂലിലൊക്കെ പാമ്പ് വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ആശുപത്രി സന്ദർശിച്ച മന്ത്രി കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ അതിനെ വളരെ ലാഘവത്തോടെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. മന്ത്രി തന്നെ പറഞ്ഞിരുന്നത് സാധാരണ മഴക്കാലമാവുമ്പോൾ വീടുകളിലൊക്കെ ഇത്തരത്തിൽ പാമ്പുകൾ കയറി വരുമല്ലോ, ചൂട് തേടി കയറി വരുമല്ലോ, അത്തരത്തിൽ കയറി വന്നതായിരിക്കാം എന്ന തരത്തിൽ ഇതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത്. നമ്മൾ മാധ്യമങ്ങൾ കൃത്യമായി ചോദിച്ചിരുന്നു. വീടുകളിലെ പോലെ അല്ലല്ലോ, ധാരാളം ആളുകൾ എത്തുന്ന സ്ഥലമാണ് ആശുപത്രി. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതല്ലേ എന്ന് ചോദിച്ചുവെങ്കിൽ പോലും മന്ത്രി വീണ്ടും പറഞ്ഞു തന്നെ ആവർത്തിക്കുകയായിരുന്നു. വീടുകളിലേക്ക് ഉണ്ടാകുമല്ലോ, അതേപോലെ തന്നെ അല്ലേ ആശുപത്രിയിലും പാമ്പ് എത്തിയത് എന്ന തരത്തിൽ അതിനെ നിസ്സാരവൽക്കരിക്കുകയായിരുന്നു മന്ത്രി ചെയ്തത്. ഏതായാലും വിഷയത്തിൽ നടപടി ഉണ്ടാവും. കൂടുതൽ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. നഗരസഭാ അധികൃതരും അവിടെ എത്തുകയുണ്ടായി. അവരും അവിടെ കൂടുതൽ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തും എന്ന് പറയുകയുണ്ടായി. അതേസമയം തന്നെ വിഷയത്തിൽ ഈ യുവതിയുടെ ബന്ധുക്കൾ വലിയ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്ന സ്ഥിതി തന്നെയാണ് ഉള്ളത്. കൃത്യമായ ശുചീകരണ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നടത്താത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്നുള്ളതാണ് അവർ പ്രധാനമായും പരാതിയായി പറയുന്നത്. യുവതി കൃത്യസമയത്ത് അറിയിച്ചതുകൊണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതുകൊണ്ടുമാണ് തങ്ങൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. തങ്ങൾക്കുണ്ടായ ഒരു ദുരനുഭവം മറ്റുള്ളവർക്കും ഉണ്ടാവാതിരിക്കാനാണ് ഇത് തങ്ങൾ പുറത്തു പറഞ്ഞത് എന്നുൾപ്പെടെയാണ് യുവതിയുടെ ബന്ധുക്കൾ പറയുന്നത്. നിലവിലേതായാലും യുവതി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. പ്രാഥമികമായി പാമ്പ് കടിച്ചതിൻ്റെ പാടുകളില്ല, കുട്ടിപ്പാമ്പായതുകൊണ്ട് തന്നെ അത് കടിച്ചതിൻ്റെ പാടുകളായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ യുവതിയുടെ കയ്യിൽ പാമ്പ് തട്ടി എന്നുള്ളതും അതുപോലെ തന്നെ ആ പാമ്പിനെ അവർ ഉടൻ പിടികൂടിയ കുപ്പിയിലാക്കി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തി എന്നുള്ളതും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇവർക്ക് വിഷമുള്ളിൽ ചെല്ലുകയോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമിക നിഗമനമെങ്കിലും ഈ സംഭവം വളരെ ഗൗരവമേറിയതാണ്. കാരണം ഇത്തരത്തിൽ ധാരാളം ആളുകൾ ചെല്ലുന്ന സർക്കാർ ആശുപത്രിയിൽ, ചിറ്റൂരിലെ ഒരു താലൂക്ക് ആശുപത്രിയിലാണ് ആശുപത്രിയിലെ സ്ത്രീകളുടെ വാർഡിനോട് ചേർന്നുള്ള വരാന്തയിൽ നിന്നും ഇങ്ങനെ പാമ്പ് യുവതിയുടെ കയ്യിൽ തട്ടിയിരിക്കുന്നത്. ശരി, പാലക്കാട് സർക്കാർ ആശുപത്രിയിലെത്തിയ യുവതിയെ പാമ്പ് കടിച്ചു. പാലക്കാട് അടിച്ചിറ സ്വദേശിനി ഗായത്രിയെയാണ് പാമ്പ് കടിച്ചത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഇന്ന് രാവിലെയായിരുന്നു സംഭവം ഉണ്ടായത്. യുവതിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഡിഎംഒ. വാർഡിന് പുറത്തുനിന്നാണ് പാമ്പ് കടിയേറ്റതെന്ന് ആശുപത്രി സൂപ്രണ്ടും പറഞ്ഞു. വിവരങ്ങളാണ് അരുൺ ആലത്തൂർ നൽകിയത്.